ഒരു ബൗളിനകത്ത് ഞാൻ കുറച്ച് പരലുപ്പ് എടുത്തിട്ടുണ്ട്. എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം അതിനകത്ത് ഞാനൊരു 3 കർപ്പൂരവും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കർപ്പൂരത്തിൻ്റെ നല്ലൊരു എഫക്റ്റ് അറിയാമല്ലോ. അപ്പോൾ കർപ്പൂരവും പരലുപ്പും കൂടെ ചേർന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആ പൊടിച്ച കർപ്പൂരം പരലുപ്പിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് തറ തുടയ്ക്കാനൊക്കെ നല്ലൊരു മണമാണ്, നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം ഇതിൽ നിന്ന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് കർപ്പൂരം ഉണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കർപ്പൂരം നല്ലോണം അലിഞ്ഞ് കിട്ടും കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് പൊടിയായിട്ട് കിടന്നാൽ പോലും അത് നല്ല രീതിയിൽ അതിനകത്ത് അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ വെള്ളം വെച്ചിട്ട് നമുക്ക് തറ തുടയ്ക്കാം. അതല്ല എങ്കിൽ നമ്മുടെ ടോയ്ലറ്റിനകത്ത് നമ്മുടെ ബാത്റൂമിലെ ഹോളിനകത്ത്, വെള്ളം പോകുന്ന ഹോളിനകത്ത്, അതേപോലെ സിങ്കിനകത്ത്, വാഷ് ബേസിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇത് വെച്ച് നമുക്ക് തുടയ്ക്കാം. അതേപോലെ തന്നെ നല്ലൊരു മണമായിരിക്കും. നമുക്ക് റൂമിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ വെള്ളം വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് തറയൊക്കെ തുടയ്ക്കുന്നത് ഈ ഒരു വെള്ളം വെച്ചിട്ടാണ്. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുന്നത് മാത്രമല്ല, നല്ലൊരു മണമായിരിക്കും. പ്രത്യേകിച്ച് ഈ പരലുപ്പും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കർപ്പൂരവും കൂടെ ചേരുമ്പോഴുള്ള നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഈച്ച ശല്യമൊക്കെ ഒഴിവാക്കിയിട്ടും കേട്ടോ. അപ്പം ഈച്ച അതേപോലെ തന്നെ ചെറിയ പ്രാണികൾ അതൊന്നും ഉണ്ടാവില്ല ഇത് വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ. നമ്മുടെ അതേപോലെ കിച്ചൺ സ്ലാബിലൊക്കെ ഇത് വെച്ച് തുടച്ച് എടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും.